ഹായ് ഫ്രണ്ട്സ്, 10th മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പം നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം, ഏതൊരു സ്ട്രാറ്റജി ഇനിയുള്ള ദിവസങ്ങൾ ഉപയോഗിക്കണം, എന്തൊക്കെ ഒരു ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യാം, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറയാം. ഈ ഒരു ഞാനൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ദിവസം, നാളെ, അതായത് മാർച്ച് 1 മുതൽ സ്റ്റഡി പ്ലാൻ ആക്റ്റീവ് ആകുന്ന രീതിയിലുള്ളൊരു ബാച്ച് ഉണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ബാച്ചിൽ കയറണം, അതിനുവേണ്ടി മാത്രമുള്ളതാണ് ഈ വീഡിയോ എന്നുള്ളത്. അതല്ല, ബാച്ചിൽ കയറുന്നവർ ജോയിൻ ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് സ്വയം വീട്ടിലിരുന്ന് പഠിക്കാനുള്ള മാർഗ്ഗം കൂടെ ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ എങ്ങനെ ഇരുന്ന് പഠിച്ചാലും നിങ്ങൾ നേടണം. നിങ്ങളുടെ നേട്ടത്തിൽ ഒരു ചെറിയൊരു പങ്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമുക്കൊക്കെ വഹിക്കാൻ പറ്റുക എന്നുള്ളത് എൻ്റെ വലിയ കാര്യമാണ്. അതൊക്കെ വലിയ കാര്യങ്ങളായിട്ട് കാണുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശിരസാ ഭവിച്ചുകൊണ്ട് വീട്ടിലിരുന്ന് പഠിക്കാം, അതല്ലെങ്കിൽ എൻ്റെ കൂടെ ഈ ഒരു ബാച്ചിൽ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബാച്ച് നമ്മൾ 28-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 1-ാം തീയതി മുതൽ സ്റ്റഡി പ്ലാൻ ആരംഭിക്കും. നമുക്ക് ഒരു 74 ദിവസത്തെ, അതായത് ഫസ്റ്റ് സെക്രട്ടേറിയറ്റ് OA എക്സാം അല്ലെ മെയ് 21-നുണ്ടല്ലോ. അപ്പോൾ അതിനു മുമ്പ് ഒരാഴ്ച നമുക്ക് റിവിഷൻ ഡേ കിട്ടണം. അത് അനുസരിച്ച് മെയ് 13-നേക്ക് തീർക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു 74 ദിവസം, അതായത് 67 ദിവസം പ്ലസ് 7 ദിവസം ഒരു റിവിഷൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ദിവസം. ഓരോ ഷെഡ്യൂൾ കഴിയുമ്പോഴും, ഓരോ 10 ദിവസമുള്ള ഷെഡ്യൂൾ കഴിയുമ്പോഴും അതിൻ്റെ റിവിഷൻ എക്സാം ഉണ്ടാവും. അതിനുവേണ്ടി ഒരു ദിവസവും നീക്കി വെച്ചുകൊണ്ടുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഈ രീതിയിലൊരു സ്റ്റഡി പ്ലാന് ഒന്നുകിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഉപയോഗിക്കാം. ഞാൻ ഈ പറയുന്ന പ്രകാരം ദിവസങ്ങൾ നീക്കി വെച്ചിട്ട് ഒരു ഡെമോ പ്ലാനും കൂടെ, ഒരു 10 ദിവസത്തിൻ്റെ ഈ ഒരു സ്റ്റഡി പ്ലാൻ്റെ ഒരു 10 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കൂടെ പറഞ്ഞു തരികയും ചെയ്യും. അത് വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടി അതേ രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നീക്കി വെക്കാതെ, ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാതെ നിങ്ങൾ മെയിൻസ് പഠിക്കണം ആ ചിന്തയിൽ വെറുതെ ചുമ്മാ പുസ്തകം ഏതെങ്കിലും എടുത്ത് വെച്ച് ആദ്യ പേജ് മുതൽ ഇങ്ങനെ മറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും പോലും നിങ്ങൾ തീർക്കലുണ്ടാവില്ല. ദിവസം എങ്ങനെ തീർന്നു പോകും, പരീക്ഷ അടുത്ത് വരും അല്ലേ. അപ്പോൾ ആ സമയത്ത് ഒരു ടെൻഷൻ ആയിരിക്കും. അതേപോലെ റിസൾട്ട് വരുന്ന സമയത്ത് അല്ലേ, ഇനി നോക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങിത്തിരിക്കണം. അത് പാസ്സാവോ ഇല്ലയോ, ഞാൻ പ്രിലിംസ് പാസ്സാവോ ഇല്ലയോ എന്നുള്ള ചിന്തയെ പറ്റില്ല. കാരണം ഇതേ സിലബസ് വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇനി അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കിട്ടിയില്ലെങ്കിൽ അവിടെ ആ ഒരു ചിന്താഗതിയോടുകൂടി ഇറങ്ങിത്തിരിക്കണം. അല്ലാതെ എനിക്ക് പ്രിലിംസിന് ഇത്ര മാർക്ക് കിട്ടുമോ കിട്ടില്ലയോ അങ്ങനെയല്ല PSC പഠിക്കേണ്ടതുള്ള മുമ്പേ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു നിശ്ചിത കാലക്രമം, അത് ആ ഒരു ലെവൽ പഠനം അങ്ങ് നടത്തുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്ക് നമുക്ക് 8 ദിവസമാണ് നീക്കി വെക്കാനുണ്ടാവുക. മാത്സിലുള്ള പല ടോപ്പിക്കുകളും ഓൾറെഡി പ്രിലിംസിന് പഠിച്ചാണ്. അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ദിവസക്രമം നീക്കി വെക്കാൻ. കാരണം പ്രിലിംസിന് പഠിച്ച ഏരിയകൾ ഇവിടെ ഒരു റിവിഷൻ പോലെ മാത്രമേ നമ്മൾ നടത്താവൂ, അതിനുള്ള സമയം എടുക്കാവുള്ളൂ. അവിടെ പ്രിലിംസിന് പഠിക്കാത്ത ഏരിയകൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നല്ല രീതിയിൽ സമയം എടുത്തിട്ട് പഠിക്കുകയും വേണം. നമ്മളെ മുന്നിൽ ആകെയുള്ള സമയം എന്ന് പറയുന്നത് വെറും 2-2.5 മാസം മാത്രമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റണം. അത്രയും ലോഡ് ഓരോ ദിവസവും പഠിക്കാനുണ്ടാവും. ഇനിയുള്ള ദിവസങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സിലുള്ള ആളുകളാണ് ഈ ഒരു ഇതിന് ഇറങ്ങി തിരിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 8 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കണം. അതിൽ പ്രിലിംസിന് പഠിച്ച ചില ഏരിയകളൊക്കെ ഉണ്ട്. ഇപ്പോൾ സംഖ്യകൾ, അടിസ്ഥാന ക്രിയകൾ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, ലാഭവും നഷ്ടവും, ഇങ്ങനെയുള്ള കുറേ ടോപ്പിക്കുകൾ അല്ലേ, സമയവും ദൂരവും, ശതമാനം, ഇതൊക്കെ എന്താണ് പ്രിലിംസിന് പഠിച്ചിട്ടുള്ള ഏരിയകളാണ്. അപ്പോൾ അതൊന്നുകൂടെ റിവിഷൻ ചെയ്യുക, നല്ല രീതിയിൽ ഒന്നുകൂടെ മെച്ചപ്പെടുത്തി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ ചെയ്യാനുള്ളത്. ബാക്കിയുള്ള പുതിയ ടോപ്പിക്കുകൾ കൂടുതലായിട്ട് പഠിക്കുകയും വേണം. ആ രീതിയിലാണ് 8 ദിവസങ്ങൾ നമ്മൾ നീക്കി വെക്കേണ്ടത്. ദെൻ ഇംഗ്ലീഷിന് മൊത്തത്തിൽ ഒരു 6 ദിവസം നീക്കി വെക്കുക. ആ 15 ടോപ്പിക്കുകളുണ്ട്. പിന്നെ വൊക്കാബുലറി, മലയാളവും ഇംഗ്ലീഷും വൊക്കാബുലറി നമ്മൾ സൈഡിലൂടെ പഠിച്ചു പോകണം. അതേപോലെ കറണ്ട് അഫേഴ്സ് നമ്മളെ കോഴ്സിൽ ലൈവ് ക്ലാസ്സിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുക. സെപ്പറേറ്റ് ലൈവ് ക്ലാസ്സുകൾ കറണ്ട് അഫേഴ്സിന് തരും. അതല്ലാതെ സ്റ്റഡി പ്ലാനിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ ലോഡ് കുറവുള്ള ദിവസം കുറച്ച് വീതമായിട്ട് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സുകളും പഠിക്കും. ആ രീതിയിലാണ് കറണ്ട് അഫേഴ്സ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദെൻ മലയാളം നമ്മൾ 3 ദിവസം. കാരണം വാക്യശുദ്ധി, പദശുദ്ധി, വചനം ഇതൊക്കെയാണ് ചേർത്തെഴുതുക. ചേർത്തെഴുതിൽ സന്ധി കൂടെ പഠിക്കണം. സന്ധി സിലബസിൽ ഇല്ല എങ്കിലും പല പരീക്ഷകൾ വരാറുണ്ട്. അതുകൊണ്ട് അതും കൂടെ പഠിക്കണം. അപ്പോൾ അതുകൂടെ അത്രയും ടോപ്പിക്കുകൾ മാത്രമാണ് അവിടെ ഒരു ഗ്രാമർ ടച്ച് ഇത്രയെങ്കിലും ഉള്ള ടോപ്പിക്കുകൾ. അപ്പോൾ അതേ നമ്മൾ പ്രത്യേക ദിവസം എടുത്ത് നന്നായിട്ട് പഠിക്കേണ്ടത്. ബാക്കിയെല്ലാം എന്താണ്, വൊക്കാബുലറി ഏരിയകളാണ്. അപ്പോൾ അത് ഇംഗ്ലീഷും മലയാളം വൊക്കാബുലറി ഏരിയകൾ കുറച്ച് വീതമായിട്ട് പഠിച്ചു പോവുകയും വൊക്കാബുലറി എക്സാമുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടാണ് നമ്മൾ കോഴ്സിൽ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഹിസ്റ്ററിക്ക് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പ്രിലിംസിന് നിങ്ങൾ ആദ്യ 2 മൊഡ്യൂളുകളായിട്ട് സ്വാതന്ത്ര്യ ഇന്ത്യയും അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും 2 മൊഡ്യൂളുകളായിട്ട് പഠിച്ചതാണ്. അതേ സാധനം തന്നെയാണ് ഇന്ത്യ ചരിത്രം ഇവിടെയും പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ത്യ ചരിത്രം ജസ്റ്റ് ഒരു റിവിഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ കേരള ചരിത്രവും ലോകചരിത്രവും കേരള ചരിത്രവും നമുക്ക് പ്രിലിംസിന് പഠിക്കാത്തതാണ്. അതൊന്ന് കൂടെ നന്നായിട്ട് എന്ത് ചെയ്യണം, പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് 5 ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കും. ദെൻ ജോഗ്രഫിയിൽ ഇതേപോലെ വേൾഡ് ജോഗ്രഫി, അതായത് പൊതുഭൂമിശാസ്ത്രം, കേരള ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ഭൂമിശാസ്ത്രം
അതിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്നുള്ള ഭാഗത്തിൽ കുറേ ഏരിയകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളും കാര്യങ്ങളിൽ അവിടെയും ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പൊതുഭൂമിശാസ്ത്രം നിങ്ങൾ തീരെ പ്രിലിംസിന് വേണ്ടി പഠിച്ചിട്ടില്ല, അത് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. ബാക്കിയുള്ളത് ആ രീതിയിലും. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് 8 ദിവസമാണ് അവിടെ നീക്കി വെക്കാൻ പറ്റുക. ദെൻ എക്കണോമിക്സ് 4 ദിവസം, ഭരണഘടന 4 ദിവസം, ദെൻ കേരള അഡ്മിനിസ്ട്രേഷൻ 4 ദിവസം, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് പ്രിലിംസിൻ്റെ സെയിം ടോപ്പിക്കുകൾ തന്നെയാണ് മെയിൻസിനുള്ളത്. അതിൽ ആരോഗ്യ വിജ്ഞാനം കൂടെയാണ് അഡീഷണൽ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാധനം കൂടെ ഉള്ളത്. അതുകൊണ്ട് 2 ദിവസം കൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ റിവിഷൻ ചെയ്യുകയും ആരോഗ്യ വിജ്ഞാനമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളോടെ പഠിച്ചു കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ദിവസം കൊണ്ട് അത് കവർ ചെയ്യാൻ പറ്റും. ദെൻ ഫിസിക്സിന് 3 ദിവസം, കെമിസ്ട്രി 4 ദിവസം. ഫിസിക്കൽ സയൻസും പറഞ്ഞിട്ടാണ് പ്രിലിംസിന് നിങ്ങൾ പഠിച്ചിട്ടുള്ള 12 ടോപ്പിക്കുകൾ. അതിൽ ചില ടോപ്പിക്കുകൾ മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ശബ്ദവും പ്രകാശവും അത് ഫിസിക്സിലുണ്ട് അല്ലേ, ആറ്റത്തിൻ്റെ ഘടന അത് കെമിസ്ട്രിയിലുണ്ട്. അങ്ങനെ കുറേ ടോപ്പിക്കുകളൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട്. പഠിക്കാത്തതായിട്ടുള്ള കുറേ സാധനങ്ങളും ഇതിലുണ്ട്. അപ്പോൾ അത് ഈ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് കവർ ചെയ്യണം. ദെൻ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ അതിനൊരു 8 ദിവസം എല്ലാത്തിനും കൂടെ നമുക്ക് നീക്കി വെക്കണം. ദെൻ കമ്പ്യൂട്ടറിന് 3 ദിവസം, ഇമ്പോർട്ടൻ്റ് ആക്ട്സ് സുപ്രധാന നിയമങ്ങൾ 5 ദിവസം. ഓക്കെ, ഈ രീതിയിൽ ദിവസം നമ്മൾ ക്രമീകരിക്കണം. ഇത്രയും ദിവസം ഇതിന് വെക്കാൻ പറ്റുമെന്നുള്ള ബോധ്യം ഉണ്ടാവുകയും അത്രയും ദിവസം കൊണ്ട് അത് തീർക്കുകയും ചെയ്യണം. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഒരു വിഷയം തന്നെ എടുത്തിട്ട് ദിവസം ഇങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ പല വിഷയം ഇത്തിരി പഠിക്കുക, ഇതൊന്നും എവിടെ എത്തില്ല ഇന്നത്തെ കാലത്ത്. ഇന്നത്തെ കാലത്ത് ആ ഒരു വിഷയം ഇത്തിരി പഠിക്കുന്ന പരിപാടി, അങ്ങനെ പല വിഷയങ്ങൾ ഒരു ദിവസം പഠിച്ച് അല്ലെ ഇത്തിരി അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അതിങ്ങനെ പല വിഷയങ്ങൾ കൂട്ടിക്കൊലർത്തി പഠിക്കുക, അതൊന്നും ഇപ്പോഴത്തെ രീതിക്ക് അനുസരിച്ചുള്ള ഒരു പഠന ക്രമമല്ല. അത് മനസ്സിലാക്കുക. പഠിക്കുകയാണെങ്കിൽ ഒരു ഏരിയ, അപ്പോൾ ആ ഏരിയയിലുള്ള ഇത്രയും ടോപ്പിക്കുകൾ അത് ആ ഒരു നിശ്ചിത ദിവസം കൊണ്ട് പഠിച്ചു തീർക്കുക. ഒരു ദിവസമാണ് 2 ദിവസമാണ് 2 ദിവസം, അങ്ങനെ അങ്ങ് പഠിച്ചു തീർക്കുക. ഇവിടെ നമ്മൾ 2 കൂടുതൽ ദിവസമുള്ളതൊക്കെ, അതായത് 4-5 ദിവസങ്ങളൊക്കെയാണ്. അതൊക്കെ 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഭരണഘടന പഠിക്കുകയല്ല, 2 ദിവസം 3 ദിവസം അങ്ങനെയുള്ള 2 പാർട്ടുകൾ അല്ലെങ്കിൽ 3 പാർട്ടൊക്കെ ആയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. അതനുസരിച്ചാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ 2 ദിവസം പഠിക്കുമ്പോൾ ആ 2 ദിവസം കൊണ്ട് ചിലപ്പോൾ 3-4 ടോപ്പിക്ക് പഠിക്കാനുണ്ടാവും. ആ ടോപ്പിക്ക് നല്ല വൃത്തിയായിട്ട് ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക എന്നുള്ളതാണ്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സിലൂടെയാണ് നമ്മൾ സിലബസ് ഇവിടെ കവർ ചെയ്യുക. നിങ്ങളായാലും വീട്ടിൽ നിന്നിരുന്ന് പഠിക്കുന്നവരായാലും വായനയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. വായിച്ച് പഠിക്കാൻ പറ്റുന്ന വായിച്ച് പഠിക്കുക. ദെൻ അതല്ലാത്തതിന് മാത്രം ക്ലാസ്സുകളെ ആശ്രയിക്കുക. പെൻ റീഡർ തന്നെയാണെങ്കിൽ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഫ്രീ ക്ലാസ്സുകളുണ്ട്, അതിനൊക്കെ നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നതാണ്. ഇനി അപ്പോൾ അത് മൊത്തം 67 ദിവസം. ദെൻ 7 ദിവസം നമ്മൾ റിവിഷൻ ഡേയും എക്സാം. അതായത് ആദ്യത്തെ 10 ദിവസം കഴിഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ ബേസ് ചെയ്ത് 11ാമത്തെ ദിവസം നിങ്ങൾക്ക് അതിൻ്റെ റിവിഷൻ ഡേയും അന്ന് ഈ വിഷയങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമും ഉണ്ടാവും. അതല്ലാതെ ഇതിനിടയിൽ ഇപ്പോൾ 1ാമത്തെ 2ാമത്തെ ദിവസം അതിൻ്റെ ഷെഡ്യൂൾ ഞാൻ പറയാം. അതിൽ വരുന്ന ദിവസം 2 ദിവസം പഠിക്കുന്ന ഒരേ വിഷയമാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാം അന്ന് തന്നെ ഉണ്ടാവും. 3ാമത്തെ ദിവസം ഒരു വിഷയമാണ് പഠിക്കുന്നതിൽ അന്നുണ്ടാവും. അങ്ങനെ ഓരോ ദിവസവും പഠിക്കുന്നതിൻ്റെ റിവിഷൻ എക്സാം ഉണ്ടാവും. അതോടൊപ്പം 10 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു റിവിഷൻ എക്സാം അതിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഒരു റിവിഷൻ ഡേയും അന്ന് തന്നെ റിവിഷൻ എക്സാമും ഉണ്ടാവും. നമുക്ക് കൂടുതൽ റിവിഷൻ ഡേ തരാനില്ല, സൺഡേ ഒഴിവുണ്ടാവില്ല. കാരണം ഇനി അങ്ങോട്ട് കൊടുമ്പിരി കൊണ്ട പഠനത്തിൻ്റെ സമയമാണ്. അങ്ങനെയുള്ളവർ മാത്രം ഈ ബാച്ചിലേക്ക് വന്നാൽ മതി. അല്ലാതെ ഇതൊന്നും എന്നെ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്നില്ല, ഇത്രയും മണിക്കൂറുകൾ പഠിക്കണോ എന്നൊക്കെ ചോദിക്കുന്ന, അല്ലെങ്കിൽ ഇനിയും ജോലിക്ക് പോയിക്കൊണ്ട് തന്നെ സൈഡിലൂടെ 1 മണിക്കൂർ പഠിക്കാം 2 മണിക്കൂർ പഠിക്കാം എന്ന് വിചാരിക്കുന്നവർക്കൊന്നും ഉള്ളതല്ല ഈ സാധനം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ PSC കിട്ടുന്നവരൊക്കെ, ക്രാക്ക് ചെയ്യുന്നവരൊക്കെ എന്താണ്, നന്നായിട്ട് എഫേർട്ട് ഇട്ട് നല്ല കഠിന പരിശ്രമം നടത്തുന്നവർ തന്നെയാണ്. അല്ലാതെ പ്രിലിംസ് പാസ്സാകോ ഇല്ലയോ അല്ലേ, അതൊക്കെ തീരുമാനം ആവട്ടെ എന്നിട്ടുള്ള ആ അവസാനം റിസൾട്ടും വന്നിട്ടുള്ള ആ 1.5 മാസം കൊണ്ട് ഒന്നും നടത്താൻ പറ്റാത്തത് കൊണ്ടാണ് പലരും അല്ലേ, സാറേ 2 തവണ പ്രിലിംസ് പാസ്സായിട്ടുണ്ട്, 3 തവണ പ്രിലിംസ് പാസ്സായിട്ടുണ്ട്, പക്ഷേ മെയിൻസ് കിട്ടുന്നില്ല സാറേ, അതെന്താ പ്രശ്നം ഇങ്ങനെ ചോദിക്കുന്നവരുടെ ഒക്കെ പ്രധാന പ്രശ്നം ഇത് തന്നെയാണ്. ആദ്യം തൊട്ടേ ആ ഒരു പഠനം നടത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് അങ്ങ് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ള ചിന്തിക്കേണ്ട. ഒരു അത്യാവശ്യം ഒരു മോശമില്ലാത്തൊരു മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ അങ്ങ് ഇറങ്ങി തിരിച്ചുകൊള്ളുക എന്നുള്ളതാണ്. ദെൻ നമ്മുടെ 10 ദിവസത്തെ ടൈം ടേബിൾ എന്ന് പറയാൻ ഞാൻ ഡേ 1ഉം 2ഉം മാത്സിൻ്റെ ആദ്യത്തെ 2 ദിവസങ്ങളാണ്. മാത്സിന് മൊത്തം നമ്മൾ 8 ദിവസം നീക്കി വെച്ചതിലെ ആദ്യ 2 ദിവസങ്ങളാണ് ഈ ദിവസം. ഇവിടെ നമ്മളൊക്കെ പഠിക്കുന്നത് പ്രിലിംസിന് പഠിച്ച ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇതൊരു റിവിഷൻ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എക്സ്ട്രാ കുറച്ചുകൂടെ ഡെപ്തിൽ, മെയിൻസ് ആകുമ്പോൾ കുറച്ചുകൂടെ ഡെപ്തിൽ കണക്കുകളൊക്കെ ചെയ്ത് നോക്കാനുണ്ടാവും. അപ്പോൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ലാഭവും നഷ്ടവും ശരാശരി ഇതൊക്കെ പഠിച്ച ടോപ്പിക്കുകൾ ഇനി ആയതുകൊണ്ടാണ് ഇത്രയും വരുന്നത്. ഈ 2 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. സാറിൻ്റെ ക്ലാസ്സുകൾ നന്നായിട്ട് കണ്ട് കണക്കുകളൊക്കെ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ തരുന്ന പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസ്, ആ വർക്ക് കൂടെ PDF മെറ്റീരിയൽസ് ഉള്ള വർക്ക് കൂടെ അതൊന്ന് ചെയ്ത് നോക്കണം. അതിനെക്കുറിച്ച് സംശയങ്ങളൊക്കെ തീർക്കാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചാറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ആ ചാറ്റ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് ക്ലിയർ ചെയ്യപ്പെടാത്ത ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് തരും. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു
ഗതി എന്ന് പറയുന്നത്. ദെൻ ഡേ 3 ഭരണഘടനയാണ്. ഭരണഘടന നമുക്ക് 4 ദിവസം ഉള്ളതിലെ ആദ്യത്തെ ദിവസമാണ് ഈ 3-ാം ദിവസം എന്ന് പറയുന്നത്. അന്ന് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതിയും ആമുഖം പൗരത്വം ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ അന്ന് പഠിച്ചെടുക്കും. ഓക്കെ, അതിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. ടീച്ചറുടെ ക്ലാസ്സുകൾ നന്നായിട്ട് കണ്ടിട്ട് ആ ഒരു ഏരിയ ആ ഒരു ദിവസം കൊണ്ട് അത് പഠിച്ചു തീർക്കണം. അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ എക്സാം ഉണ്ടാവും. ഇതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ 2-ാമത്തെ ദിവസം അതിൻ്റെ എക്സാം ഉണ്ടാവും. 3-ാമത്തെ ദിവസം ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് രാത്രി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാം ഉണ്ടാവും. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് എക്സാമുകൾ ഉണ്ടാവും. ഇവിടെ ഡേ 4 and 5 ഇംഗ്ലീഷിനുള്ള ആദ്യ ദിവസങ്ങളാണ്. ഇംഗ്ലീഷിന് മൊത്തം നമ്മൾ 6 ദിവസം നീക്കി വെച്ചതിൽ ആദ്യത്തെ 2 ദിവസമാണിത്. ഓക്കെ, ഈ 2 ദിവസത്തിൽ നമ്മൾ ഇംഗ്ലീഷ് നമ്മൾ ഇന്നില്ല പ്രിലിംസിന് പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്, ദെൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്, പിന്നെ ടെൻസും, പിന്നെ ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസ് എന്നുള്ള ചെറിയ ടോപ്പിക്കും, പിന്നെ കോൺകോഡ് എന്നുള്ള കുറച്ച് വലിയ ടോപ്പിക്കും. ഇത്രയും ടോപ്പിക്കുകൾ 2 ദിവസം വരും. കാരണം നമുക്ക് 6 ദിവസമേ ഉള്ളൂ. 15 ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ രഞ്ജിത്ത് സാറിൻ്റെ നല്ല അടിപൊളി ക്ലാസ്സുകൾ ഉണ്ടാവും. അതിലൂടെ നിങ്ങൾ ഈ ഏരിയ നന്നായിട്ട് പഠിച്ചെടുക്കുക. അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമും അറ്റൻഡ് ചെയ്യുക. അങ്ങനെ എക്സാം നിർബന്ധമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ എത്ര എക്സാം നിങ്ങൾക്ക് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് തന്നെ പോവുക. അല്ലാതെ പരീക്ഷയുടെ തലേന്ന് മാത്രം ഒരു മോഡൽ എക്സാം ചെയ്ത് നോക്കിയാൽ മതി എന്നുള്ള ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ എന്ത് ചെയ്യും? പിറകോട്ടടിപ്പിക്കും. മാക്സിമം എക്സാമുകൾ അറ്റൻഡ് ചെയ്യണം. എൻട്രിയിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇഷ്ടംപോലെ മോഡൽ എക്സാമുകൾ ഇപ്പോൾ ദിവസേന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം എക്സാമുകളൊക്കെ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഡേ 6 അത് അങ്ങനെയുള്ള എക്സാമുകളും ലൈവ് എക്സാമുകൾ മോഡൽ എക്സാമുകളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം കൂടെ ഉണ്ടാവും കേട്ടോ ഈ ഗോൾഡ് ബാച്ചിൽ. ദെൻ കേരള ഭരണ സംവിധാനം 4 ദിവസമാണ് മൊത്തം നമ്മൾ നീക്കി വെച്ചിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് ഡേ ആണിത്. ഇവിടെ നമ്മൾ സംസ്ഥാന സിവിൽ സർവീസും ദുരന്ത നിവാരണ അതോറിറ്റിയും മാത്രമാണ് ഈ ഒരു ദിവസം പഠിക്കുക. കാരണം ഏറ്റവും കൂടുതൽ തവണ ഇവിടെ നിന്ന് ആവർത്തിക്കുന്ന ടോപ്പിക്ക് ഇത് രണ്ടുമാണ്. അപ്പോൾ ഇത് ആദ്യത്തെ ദിവസം നമ്മൾ നന്നായിട്ട് പഠിച്ചെടുക്കും. അനിൽകുമാർ സാറിൻ്റെ നല്ല കിടിലം ക്ലാസ്സുകൾ ഉണ്ടാവും. ഏറ്റവും എന്തൊക്കെ വേണോ അതൊക്കെ ചേർത്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് സാറിൻ്റെത്. ആ ക്ലാസ്സുകളാണ് അവിടെ ഉണ്ടാവുക. ദെൻ ഡേ 7 നമ്മൾ മലയാളത്തിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. 3 ദിവസം നീക്കി വെച്ചതിൽ ആദ്യത്തെ ദിവസമാണ്. ബാക്കിയുള്ള മലയാളം ടോപ്പിക്കുകൾ എന്താണ്? ഈ ഒരു ഗ്രാമർ ടച്ച് ഇല്ലാത്ത സിമ്പിൾ വൊക്കാബുലറി സാധനങ്ങളാണ്. നമ്മൾ വൊക്കാബുലറി എക്സാമുകളായിട്ടും അല്ലാതെ ചില ദിവസങ്ങളിൽ കുറച്ച് വീതമായിട്ടൊക്കെ ഞങ്ങൾ പഠിക്കും. അപ്പോൾ ഇവിടെ പദശുദ്ധി, വാക്യശുദ്ധി, വചനം ഈ ടോപ്പിക്കുകളാണ് അന്നത്തെ ഒരു ദിവസം പഠിക്കുക. വേറൊരു ദിവസം മലയാളത്തിന് വേറെ സ്പെഷ്യൽ ഡേ ഉണ്ടാവുന്നതിൽ മറ്റുള്ള ചേർത്തെഴുതലും ചെയ്തലും കാര്യങ്ങളൊക്കെ പഠിക്കും. ആ രീതിയിലാണ് നമ്മൾ പോവുക. ശ്രീനി സാർ അറിയാലോ, മലയാളത്തിൻ്റെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരിൽ ഒരാളാണ്. നമ്മുടെ എൻട്രിയുടെ ഏറ്റവും പ്രധാന ഗുണം അതാണ്. ഇംഗ്ലീഷിനായാലും മലയാളത്തിനായാലും മാത്സിനായാലും ഒക്കെ ഇന്ന് PSCയിൽ കേരളത്തിന് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച അധ്യാപകർ തന്നെയാണ് ഓരോ വിഷയത്തിനും നമുക്ക് എല്ലാ വിഷയങ്ങളിലും ഉള്ളത്. ഓക്കെ, ദെൻ ഡേ 8, 9 നമ്മൾ എക്കണോമിക്സിൻ്റെ ആദ്യത്തെ 2 ദിവസങ്ങളാണ്. 4 ദിവസം നീക്കി വെച്ചതിൽ ആദ്യ 2 ദിവസങ്ങളിൽ നമ്മൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ അത് നടപ്പിലാക്കാൻ അല്ലെ പ്ലാനിംഗ് കമ്മീഷനും പുതിയ സംവിധാനമായിട്ടുള്ള നീതി ആയോഗും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഈ ഒരു ഏരിയ, ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, ഈ 4 ദിവസങ്ങളിൽ ആദ്യത്തെ പാർട്ട് 1 ഇത്രയും ടോപ്പിക്ക്, പാർട്ട് 2 ബാക്കിയുള്ള ടോപ്പിക്ക്. ഇതിൽ പാർട്ട് 1 ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ PSC ആവർത്തിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന, ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ടോപ്പിക്കുകളാണ്. നന്നായിട്ട് പഠിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. നന്നായിട്ട് ആ ഒരു ഏരിയ പഠിച്ചെടുക്കണം. എക്കണോമിക്സിൻ്റെ വിദഗ്ധനായിട്ടുള്ള അധ്യാപകരാണ് നമുക്കുള്ള നന്ദു സാറിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. ദെൻ ഡേ 10 ലോക ചരിത്രമാണ്. 3 ദിവസം നീക്കി വെച്ചതിൽ ആദ്യത്തെ ദിവസമായിരിക്കും. അന്ന് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും ഫ്രഞ്ച് വിപ്ലവം കൂടെ അന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റും. അരുൺ സാറിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. അങ്ങനെ ആ ഒരു ടോപ്പിക്കിലൂടെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ റിവിഷൻ ഡേ ആണ്. ആ ഒരു റിവിഷൻ ഡേയിൽ 10 ദിവസം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു പോവുക. അല്ലാതെ 10 ദിവസം പഠിച്ച കാര്യങ്ങൾ അതേപോലെ ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ? ഇല്ല, അതല്ല റിവിഷൻ. പഠിച്ച കാര്യങ്ങളൊന്ന് ഓടിച്ചു പോവുക, നമ്മളൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് അത് മാത്രമാണ്. അങ്ങനെ റിവൈൻഡ് ചെയ്തിട്ട് അന്നത്തെ റിവിഷൻ എക്സാം, ഈ 10 ദിവസങ്ങൾ പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ എക്സാം ഉണ്ടാവും. ആ റിവിഷൻ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെ ഓരോ റിവിഷൻ എക്സാം അറ്റൻഡ് ചെയ്ത് അതാ ദിവസങ്ങളിൽ പഠിക്കാനുള്ളത് ആ ദിവസങ്ങളിൽ പഠിച്ചു തീർത്ത് മുന്നോട്ടേക്ക് പോകണം. ഏതെങ്കിലും ഒരു ദിവസം പെൻഡിങ് വന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ലേറ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നെങ്കിൽ പിറ്റേന്ന് മുതലുള്ളത് പഠിക്കുക. ഈ പെൻഡിങ് ഉള്ളത് ഈ റിവിഷൻ ഡേയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പഠിക്കാനുള്ള ദിവസങ്ങളിലോ തീർക്കാൻ വേണ്ടി വെക്കുക. അല്ലാതെ മൊത്തം പിറകിൽ വരാൻ നിൽക്കരുത്. അപ്പോൾ ആ രീതി തീർത്ത് പോകണം. അപ്പോൾ വിചാരിച്ചാൽ ഇനിയും നടക്കും. അത്യാവശ്യം അല്ലേ, ഒന്ന് പരീക്ഷ മോശമല്ലാത്ത രീതിയിൽ പ്രിലിംസ് എഴുതിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നവർക്ക് ധൈര്യമായിട്ട് വരാം. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എനിക്കിനി അഥവാ പ്രിലിംസ് കിട്ടിയില്ല എങ്കിൽ എനിക്ക് നഷ്ടമല്ലേ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും നഷ്ടമാവില്ല. തൊട്ട് പിന്നാലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം വരും. സെയിം സിലബസ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ നല്ല ലെവലിലേക്ക് അവിടെ കയറിയിട്ടുണ്ടാവും. ഇതിനിടയിൽ ഗ്യാപ്പ് വരാതെ നോക്കുക എന്നുള്ള മാത്രമാണ്. നിങ്ങൾ ഈ പ്രിലിംസിന് കഴിഞ്ഞതിന് ശേഷം കുറേ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ദൂഷ്യഫലങ്ങൾ ഉണ്ടാവും. അതിടാതെ നിർബന്ധമായിട്ട് പഠിച്ചു പോകുന്ന ആളുകളുണ്ട് കുറേ പേര്. അവരാണ് റാങ്ക് ജേതാക്കളായിട്ട് മാറുന്നത്. ആ ലെവലിലേക്ക് മാറാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ഇനിയെങ്കിലും ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് ഇനിയെങ്കിലും ഈ ഒരു ജോലി നേടുന്നവരെ, അതിൻ്റെ അഡ്വൈസ് മെമ്മോ കൈ കിട്ടുന്നവരെ ഒരു ഗ്യാപ്പ് വരാതെ നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ നോക്കുന്നവർക്കൊക്കെ PSC ജോലി കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ കുറച്ചു കാലം വലിയ ആവേശത്തോടെ പഠിക്കുന്നവർക്കല്ല. അങ്ങനെ പഠിച്ച്
ആ തീ കെടുന്ന സമയത്ത് അതും ഇട്ടേച്ച് പോകും. പിന്നെ വീണ്ടും ഒരു ആവേശം വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ റിസൾട്ട് വരണം, നോട്ടിഫിക്കേഷൻ വരണം. അങ്ങനെ ആവേശം കയറിയിട്ട് പഠിച്ചവരൊന്നും ഇത്രയും കാലമായിട്ട് ജോലി കയറിയിട്ടില്ല. ജോലി കയറിയവരൊക്കെ നിരന്തര പരിശ്രമത്തിലൂടെ, നിതാന്ത പരിശ്രമത്തിലൂടെ രാവിനെ പകലാക്കി മാറ്റിയും, അല്ലെങ്കിൽ പകലിനെ പഠനത്തിൻ്റെ ഏറ്റവും മികച്ച സമയമാക്കി മാറ്റിയും, അല്ലെങ്കിൽ രാവിലെ ഏതായാലും പകലായാലും രാത്രിയായാലും നിങ്ങൾക്ക് കിട്ടുന്ന സമയം അത് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിച്ച് പരിശ്രമം നടത്തിയ ആളുകൾ തന്നെയാണ് എന്നും വിജയിച്ചിട്ടുള്ളത്. അതിന് നിങ്ങൾക്കും സാധിക്കട്ടെ. ഈ ഒരു അവസരം നിങ്ങളെ മുന്നിലെത്തി നിൽക്കുന്ന അവസരമാണ്. നിങ്ങളുടെ ജീവിതം അല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സർക്കാർ ജോലി കിട്ടുന്നതിലൂടെ നിങ്ങളുടെ ഈ കുറേ കാലത്തെ പലവിധ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും പരിഹാരമാവും എന്നല്ല ഞാൻ പറയുന്നത്. ആ എല്ലാത്തിൻ്റെയും പരിഹാരം കാണാനുള്ള ഒരു ആയുധം അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണ്. ഒരു ജോലി ആവുന്നതോടെ നമുക്കിതിനൊക്കെ പരിഹാരം കാണാനുള്ള മാർഗം തെളിഞ്ഞു വരും. എല്ലാത്തിനും പരിഹാരമായിട്ടൊരു സർക്കാർ ജോലി മാറണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള പരിഹാരം കണ്ടെത്താനുള്ള ഒരു മൂലഹേതുവായിട്ടെങ്കിലും സർക്കാർ ജോലിയെ നമുക്ക് മാറ്റാൻ പറ്റും. കാരണം പല പ്രശ്നങ്ങളും നിങ്ങൾക്കിപ്പോൾ ഇഷ്ടംപോലെ കടമുണ്ട്, സർക്കാർ ജോലി കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല. പക്ഷേ ജോലി കിട്ടി ഒന്നാമത്തെ മാസത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ മാസത്തെ ശമ്പളം കൊണ്ട് നിങ്ങൾക്ക് ഇത് പരിഹരിക്കാൻ പറ്റില്ല. പക്ഷേ ജോലി കിട്ടുന്നതോടുകൂടി നിങ്ങൾക്ക് കടം തരുന്ന ആളുകളുടെ എണ്ണം മാറും. ഇതിൽ ഇത്രയും കാലം നിങ്ങൾ ചോദിച്ചിട്ട് കടം തരാത്ത ആളുകൾ നിങ്ങൾക്ക് കടം തരാൻ തുടങ്ങും. കാരണം എന്താ? അവരെ കൊണ്ട് നിങ്ങൾക്കും പിന്നീട് ആവശ്യമല്ല, അവർക്കും നിങ്ങളെ കൊണ്ട് പിന്നീട് ആവശ്യം ഉണ്ടാവുന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൽ കയറി. കാരണം അവർ ഈ പറയുന്ന പല KSF-യിലായാലും പലയിടത്തായാലും ലോണുകളും അല്ലേ ചിട്ടികളൊക്കെയുള്ള ആളുകളായിരിക്കും. അവർ KSF പോയ ഒരാൾക്കറിയാം അല്ലെ, ഒരു ചിട്ടി കിട്ടിയാൽ അത് വിളിച്ചാൽ അത് കിട്ടണമെങ്കിൽ പിന്നെ എന്ത് വേണം? ഒന്നുകിൽ ഗോൾഡ് വേണം, അല്ലെങ്കിൽ കാര്യമായിട്ട് ഈടം എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ ഒരു സാലറി സർട്ടിഫിക്കറ്റ് ആരെങ്കിലും വേണം. അപ്പോൾ അവർക്ക് അനുഭവമുണ്ട്. ആ സർക്കാർ ജോലിയുടെ മേന്മ എന്താണെന്ന് അവർക്കറിയാം. അവരുടെ കയ്യിൽ പൈസ ഉണ്ട്. പക്ഷെ ആ കൊടുത്ത പൈസ കൊണ്ട് കിട്ടിയ ചിട്ടി തിരിച്ചു പിടിക്കണമെങ്കിൽ പോലും നിങ്ങൾ വേണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ വില കൂടിയ ഒരാളായിട്ട് മാറുകയാണ്. ഇത് ഞാൻ ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. ഇങ്ങനെ പല മേഖലകളിലും നമ്മൾ വാല്യൂ കൂടിയ ആളുകളായിട്ട് മാറും. അതിനുള്ള ഒരു അവസരമാണ് മുന്നിലെത്തി നിൽക്കുന്നത്. അത് ഉപയോഗിക്കുക. ഭാവി ജീവിതം നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം സെറ്റാക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. വീട്ടിലിരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിഗണിച്ച് ഈ രീതിയിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ വിജയത്തിൽ ഒരു ചെറിയ വാക്കുകൾ കൊണ്ടെങ്കിലും എനിക്കൊരു പങ്കുണ്ട് എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ പലരും മെസ്സേജ് അയക്കാറുണ്ട്. എൻ്റെ പഠിച്ചവർ മാത്രമല്ല അല്ലേ, നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ വീഡിയോ കണ്ടവരും മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടവരും ഒക്കെ മെസ്സേജുകൾ അയക്കാറുണ്ട്. വളരെ സന്തോഷമാണ് നമുക്കൊക്കെ അത് കേൾക്കുമ്പോൾ അല്ലെ. എങ്കിലും ഒരു വാക്കുകൾ കൊണ്ടെങ്കിലും നിങ്ങളുടെ വിജയത്തെ ഞങ്ങൾ പങ്കാളിയായല്ലോ എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല എൻട്രിയിൽ ചേർന്നിട്ട് ഞങ്ങളുടെ സ്വന്തം അല്ലെ എൻട്രിയുടെ സ്വന്തം പിള്ളേരായിട്ടാണെങ്കിൽ എൻട്രിയുടെ മീറ്റപ്പിന് കാണാൻ പോകുന്ന അല്ലെ, വിജയഗാഥകൾ വിളിച്ചു പറയാൻ പോകുന്ന, അവിടെ കയറി അല്ലെ എൻട്രിയുടെ അംബാസിഡർമാരായിട്ട് ഫ്ലക്സുകൾ നിറഞ്ഞു നിൽക്കാൻ പോകുന്ന ആളുകളായിട്ടാണെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അക്ഷീണം തുടരാൻ വേണ്ടിയിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.